നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പഞ്ചതന്ത്ര കഥകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പഞ്ചതന്ത്രം എന്ന് പറയുന്ന 5 തന്ത്രങ്ങൾ ഒരു ഭരണാധികാരി, ഒരു രാജാവ് അറിഞ്ഞിരിക്കേണ്ട തന്ത്രങ്ങളാണ്. രാജ്യഭരണത്തിന് പ്രജാക്ഷേമ തൽപരനായിട്ട് പ്രജകളുടെ നന്മയ്ക്ക് വേണ്ടി രാജ്യം ഭരിക്കണമെങ്കിൽ ഒരു ഭരണാധികാരി അറിഞ്ഞിരിക്കേണ്ട തന്ത്രങ്ങളാണിവ. പാടലിപുത്രത്തിലെ രാജകുമാരന്മാർക്ക് ഈ വക ഒന്നും അറിയില്ല, അതിനുള്ള ബുദ്ധിശക്തിയൊന്നുമില്ല. അങ്ങനെ ഇരിക്കെ രാജാവിന് വളരെ മനപ്രയാസമായി അദ്ദേഹം തൻ്റെ പുത്രന്മാരെ തന്ത്രങ്ങളൊക്കെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സോമശർമാവ് എന്ന് പറയുന്ന ഒരു മഹാബ്രാഹ്മണനെ, മഹാഗുരുവിനെ വരുത്തി കഥകളിലൂടെ നിരന്തരമായി ഗുണപാഠമുള്ള കഥകൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് രാജകുമാരന്മാർക്ക് തന്ത്രങ്ങൾ പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് മഹാഗുരു സ്വീകരിച്ചത്. അത്തരത്തിൽ ലാഭം, മിത്രഭേദം, എങ്ങനെയാണ് സന്ധി സംഗ്രഹം എന്നിങ്ങനെയുള്ള 5 തന്ത്രങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഇപ്പോൾ രാജകുമാരന്മാർ കുറേശ്ശെയൊക്കെ മിടുക്കന്മാരായി മഹാഗുരുവിനെ അനുസരിക്കാനും മനസ്സിലാക്കാനും ഒക്കെ പഠിച്ചു. ആദ്യത്തെ തന്ത്രമാണ് മിത്രഭേദം. ആ മിത്രഭേദത്തിലെ ഒരു 25ഓളം കഥകൾ മഹാഗുരു പറഞ്ഞ് മനസ്സിലാക്കുകയുണ്ടായി. രണ്ടാമത്തെ തന്ത്രം, ദ്വിതീയ തന്ത്രം മിത്രലാഭം. അതായത് ഒരു സുഹൃത്തുക്കൾ തമ്മിലുള്ള വ്യത്യാസമാണ് മിത്രഭേദം. മിത്രലാഭം എന്ന് പറയുന്നത് എങ്ങനെ മിത്രങ്ങളെ നമുക്ക് ലഭിക്കാനുള്ള, ഒരാളെ മിത്രമാക്കാനുള്ള യോഗ്യത, മിത്രങ്ങളുടെ യോഗ്യതകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്ന കഥകളാണ് മഹാഗുരു രണ്ടാമതായിട്ട് പറഞ്ഞു കൊടുത്ത തന്ത്രത്തിലുള്ളത്. മൂന്നാമത്തെ തൃതീയ തന്ത്രം എന്ന് പറയുന്നത് സന്ധി വിഗ്രഹം. അതായത് നമ്മുടെ ചില പ്രവർത്തികൾ നമ്മൾ സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ദുഃഖിക്കേണ്ടി വരും. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട, നാവടക്കാത്തത് കൊണ്ടുള്ള ദോഷങ്ങൾ, വലിയ ഉപദ്രവകാരിയായ കൊമ്പനാനയെ പോലും ഒരു ഉപദ്രവവും ഏൽക്കാതെ മടക്കി പറഞ്ഞയക്കാനുള്ള വിദ്യകൾ, അങ്ങനെയുള്ള പല കഥകളും സന്ധി വിഗ്രഹത്തിലൂടെ മഹാഗുരു രാജകുമാരന്മാരെ പറഞ്ഞ് മനസ്സിലാക്കുകയുണ്ടായി. എല്ലാം കഴിഞ്ഞിട്ട് ഈ സന്ധി വിഗ്രഹം എന്ന തൃതീയ തന്ത്രത്തിലെ കഥകളാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ സന്ധി വിഗ്രഹത്തിൽ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട, നാവടക്കാത്തത് കൊണ്ടുള്ള ദോഷം, ആനകൾ മടങ്ങിപ്പോകുന്നു, ക്ഷുദ്രവിശ്വാസം നാശം വരുത്തി വെച്ചു, ഈ കഥകളൊക്കെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇന്ന് ഈ സന്ധി വിഗ്രഹം എന്ന തന്ത്രം മനസ്സിലാക്കുന്നതിന് വേണ്ടി കാക്കകളുടെ രാജാവായ മേഘവർണ്ണനും അദ്ദേഹത്തിൻ്റെ മന്ത്രിയാണ് ചിരഞ്ജീവി. ഈ ചിരഞ്ജീവി മേഘവർണ്ണന്, മൂങ്ങകളും കാക്കകളും തമ്മിൽ ബദ്ധശത്രുക്കളാണ്. പഞ്ചതന്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെ ഈ കഥകളിലൂടെ കഥാപാത്രങ്ങളായിട്ട് ധാരാളം പക്ഷിമൃഗാദികളൊക്കെ വരുന്നുണ്ട്, മനുഷ്യർ മാത്രമല്ല. അതിൽ കാക്കകളും മൂങ്ങകളും എന്നും ശത്രുതയിലാണ് വർത്തിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ തീർത്താൽ തീരാത്ത കുടിപ്പക എന്ന് തന്നെ പറയാം കാക്കകളും മൂങ്ങകളും തമ്മിലുണ്ടായത് എന്നുള്ള കഥ മേഘവർണ്ണൻ ചിരഞ്ജീവിക്ക് പറഞ്ഞു കൊടുക്കണ്ടേ. ഇപ്പോൾ പക്ഷികളെല്ലാം കൂടെ മൂങ്ങകളുടെ നേതാവിനെ രാജാവായിട്ട്, പക്ഷികളുടെ രാജാവായി വാഴിക്കാൻ തുടങ്ങുമ്പോൾ ദുഷ്ടബുദ്ധിയായ മൂങ്ങ രാജാവായാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെപ്പറ്റി മേഘവർണ്ണൻ ചിരഞ്ജീവിയോട് പറയേണ്ടത്. അപ്പോൾ ചിരഞ്ജീവി പറയുകയാണ്, അവർ തമ്മിലുള്ള വൈരാഗ്യത്തിൻ്റെ കാര്യം, ഇപ്പോൾ നമുക്കൊരു നിവർത്തിയേ ഉള്ളൂ. കാക്കകൾ എമ്പാട് മൂങ്ങകളുടെ ആക്രമണത്തിൽ മരിച്ചുപോയി, പ്രജകൾ വളരെ കുറവേ ഉള്ളൂ. അതുകൊണ്ട് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ നേരിട്ടൊരു യുദ്ധം ചെയ്ത് മൂങ്ങകളെ ജയിക്കാൻ തക്ക സംഖ്യാബലം ഇന്ന് കാക്കകൾക്കില്ല. കാക്കകളുടെയും മൂങ്ങകളുടെയും ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കാക്കകൾക്ക് പകലെല്ലാം സൂര്യപ്രകാശത്തിലെല്ലാം വളരെ ഭംഗിയായിട്ട് കണ്ണു കാണാനായിട്ട് സാധിക്കും. പക്ഷെ നേരം സന്ധ്യയായി കഴിഞ്ഞാൽ പിന്നെ കാക്കകളുടെ കണ്ണുകൾക്കുള്ള പ്രകാശം
അങ്ങ് കുറഞ്ഞു പോകും. വളരെ നിഴൽ പോലെ ചുരുങ്ങിയ കാഴ്ച മാത്രമേ കാക്കകൾക്ക് ഉണ്ടാവുകയുള്ളൂ. എന്നാൽ മൂങ്ങകൾക്ക് നേരെ വിപരീതമാണ്. പകൽ വെളിച്ചത്തിൽ മൂങ്ങകൾ വളരെ വളരെ ചെറിയ കാഴ്ചകളോടെ ഇരിക്കുന്നത്. പക്ഷേ സന്ധ്യങ്ങളായാൽ വിധം മാറി. മൂങ്ങകളുടെ കണ്ണുകൾക്കൊക്കെ കൂടുതൽ തെളിച്ചം കിട്ടും. മാത്രമല്ല അവർക്ക് ശത്രുക്കളോട് എതിർക്കാനും ഇരപിടിക്കാനും ഒക്കെ ഏറ്റവും പറ്റിയ സമയം മൂങ്ങകൾക്ക് രാത്രികാലങ്ങളിലാണ്. അപ്പോൾ കാഴ്ച മങ്ങിയിരിക്കുന്ന കാക്കകളെ രാത്രിയിൽ വേട്ടയ്ക്ക് ഇറങ്ങും മൂങ്ങകൾ. കാക്കകളെ ഒരുപാട് കൊന്നുകളയും. അപ്പോൾ അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ചിരഞ്ജീവി എന്ന മന്ത്രിയുടെ ഉപദേശമനുസരിച്ച് ഒന്നുകിൽ ഇവർക്ക് കീഴടങ്ങണം മൂങ്ങകൾക്ക്, അതല്ലെങ്കിൽ മൂങ്ങകളുടെ രാജാവിനെ കപടമായ വിനയം അഭിനയിച്ച് അവർക്ക് അടിമകളായിട്ട് ജീവിക്കണം എന്നുള്ള കാര്യം പറഞ്ഞു നിർത്തിയിരിക്കുകയാണിപ്പോൾ. ചിരഞ്ജീവി ഈ സന്ദർഭത്തിൽ മേഘവർണ്ണനോട്, കാക്കകളുടെ രാജാവിനോട് ഒരു കാര്യം പറയുകയാണ്, ഒരു കഥ പറയുകയാണ്. പണ്ട് ഒരു ബ്രാഹ്മണന് പണ്ട് ഏതാനും ദുഷ്ടന്മാർ ഒരുമിച്ച് ചേർന്ന് ആടിനെ പട്ടിയാക്കിയ കഥ. ഇന്ന് പഞ്ചതന്ത്രത്തിൽ ഞാൻ അവതരിപ്പിക്കുന്ന കഥ ആടിനെ പട്ടിയാക്കുന്ന കഥയാണ്. എങ്ങനെയാണ് ഈ ആടിനെ പട്ടിയാക്കുക? ആട് എപ്പോഴായാലും ആട് തന്നെയല്ലേ, അതെങ്ങനെ പട്ടിയാകും എന്ന് ചോദിച്ചാൽ, ആവർത്തനം കൊണ്ട്, തെറ്റുകളുടെ ആവർത്തനം കൊണ്ട് ആട് പട്ടിയാകും. അങ്ങനെയുള്ളൊരു കഥയാണെന്ന് പറയുന്നത്. ഞാൻ ആ കഥയിലേക്ക് കടക്കുകയാണ്. ആടിനെ പട്ടിയാക്കുന്ന കഥ. ചിരഞ്ജീവി എന്ന മന്ത്രി തൻ്റെ രാജാവായ, കാക്കകളുടെ രാജാവായ മേഘവർണ്ണനോട് പറയുന്ന കഥയാണ്. പണ്ടൊരു കാലത്ത് ഒരിക്കൽ നാട്ടിലാകെ അങ്ങോട്ട് ക്ഷാമം പിടിപെട്ടു. കൃഷി ഒക്കെ നശിച്ചുപോയി. മഴയില്ലാതെ വിളവെടുക്കാനായിട്ട് സാധിച്ചയില്ല. ധാന്യങ്ങളൊന്നും ശേഖരിച്ച് വച്ചിട്ടില്ല. ജനങ്ങളെന്ന് മാത്രമല്ല പക്ഷിമൃഗാദികൾക്കും ഒക്കെ പട്ടിണിയായി. ആകെ പ്രത്യേകിച്ചും മനുഷ്യർക്ക് ഒന്നും തിന്നാനില്ലെങ്കിൽ പിന്നെ അവരുടെ എന്താ ചെയ്യേണ്ടത്? അവർക്ക് വിശപ്പ് സഹിക്കാൻ ആർക്കും ഒരു ജീവിക്കും സാധിക്കില്ലല്ലോ. വിശപ്പ് എന്ന് പറയുന്ന വികാരം അതെല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളതാണ്. പക്ഷികൾക്കാകട്ടെ, പാമ്പുകൾക്കാകട്ടെ, പട്ടികൾക്കാകട്ടെ, മനുഷ്യർക്കാകട്ടെ എല്ലാവർക്കും ഉണ്ട്. ഈ നാട്ടിലാകെ ക്ഷാമം പടർന്നു പിടിച്ചപ്പോൾ ഭക്ഷണത്തിന് വേണ്ടി ധാന്യങ്ങൾ ശേഖരിച്ച് വെച്ചതൊക്കെ കഴിഞ്ഞു. വീണ്ടും കൃഷി ചെയ്യാനുള്ള വിത്ത് പോലും ഇല്ല. പറ്റിയൊരു അനുകൂലമായ കാലാവസ്ഥയുമല്ല രാജ്യത്ത് കൃഷിക്ക്. ആ സമയത്ത്, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ജനങ്ങളുടെ എല്ലാം, തൻ്റെ നാട്ടിലുള്ള ഈ ബുദ്ധിമുട്ടുകളെല്ലാം തീരാൻ വേണ്ടി വളരെ നല്ല മനസ്ഥിതിയുള്ളൊരു മഹാബ്രാഹ്മണൻ ഒരു യാഗം നടത്താമെന്ന് വെച്ചു. പണ്ടൊക്കെ ഒരു പുരാണങ്ങളിലെ ഒരു വിശ്വാസമനുസരിച്ച് യാഗം നടത്തി കഴിഞ്ഞാൽ മഴ പെയ്യും. മഴ പെയ്യുമ്പോൾ ഭൂമിയാകെ നനയും കുളിർക്കും. അപ്പോൾ വീണ്ടും കൃഷി ഇറക്കാൻ പറ്റും. വീണ്ടും കൃഷി അങ്ങ് വർദ്ധിച്ച് വന്ന് വിളവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നാട്ടിലെ ദാരിദ്ര്യം തീരുമല്ലോ. അതാണ് മഹാബ്രാഹ്മണൻ കണ്ടത്. അദ്ദേഹം അതിനു വേണ്ടി ഇല്ലാത്ത പണമൊക്കെ പല ദിക്കിലും നടന്ന് പലരോടും ദാനമായി സ്വീകരിച്ച് വേണ്ടതുകളെല്ലാം സംഘടിപ്പിച്ച്, അപ്പം യാഗത്തിന് ഒരു ആടിനെ ആവശ്യമുണ്ട്. ആടിൻ്റെ വധ അവിടെ യാഗശാലയിൽ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഈ ആടിനെ ബലി കൊടുക്കുക എന്ന് തന്നെ കരുതാം. ജീവനോട് അതിൻ്റെ വധയൊക്കെ എടുക്കണം. അത് ഞാൻ ഒരവസരത്തിൽ പറയാം. എന്തായാലും യാഗത്തിന് ആടിനെ വളരെ അത്യാവശ്യമാണ്. യാഗശാലയിൽ ഒരാടിനെ ഒരു കുറ്റിയെ കടിച്ച് അവിടെ കെട്ടിയിടും. അങ്ങനെയാണ് യാഗശാലയിൽ കാണുന്നത്. ആ യാഗം നടത്തുന്ന ആവശ്യത്തിലേക്ക് വേണ്ടി ദൂരെ ഒരു സ്ഥലത്ത് പോയി അവിടെ പക്ഷികളും മൃഗങ്ങളൊക്കെ പട്ടിണി പാടായിട്ടൊക്കെ ഒരു തരത്തിലല്ലേ. അപ്പം നല്ലൊരാടിനെ മറ്റൊരു ദൂര സ്ഥലത്ത് പോയിട്ട് ബ്രാഹ്മണൻ പണം കൊടുത്ത് വാങ്ങിച്ചു കൊണ്ടുവരികയാണ്. യാഗശാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ ബാക്കി കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചു. യാഗം തുടങ്ങാനായിട്ട്, അതൊരു പുഴക്കരയിലാണ്, വെള്ളമൊന്നുമില്ല, വെള്ളമൊക്കെ വറ്റി മഴ പെയ്യാത്തത് കൊണ്ട്. എന്നാലും അതിന് തീരത്തായിട്ട് അല്പം വെള്ളമുള്ളതിനടുത്തായിട്ട് യാഗശാല കെട്ടി ബ്രാഹ്മണൻ്റെ നേതൃത്വത്തിൽ യാഗം നടക്കാൻ പോവുകയാണ്. അവിടേക്ക് യാഗശാലയിലേക്ക് ആടിനെ കൊണ്ടുവന്ന് കെട്ടണം, അത്രേ
മാത്രമേ താമസമുള്ളൂ. എല്ലാം മറ്റുള്ളവരൊക്കെ സഹായികളൊക്കെ വന്ന് കൂടിയിക്കണോ. അങ്ങനെ ഈ ബ്രാഹ്മണൻ ആടിനെയും കൊണ്ട് ഇങ്ങനെ പോകുകയാണ്. അപ്പോൾ തൻ്റെ രാജ്യത്തേക്ക് പ്രവേശിച്ച് ആടിൻ്റെ കയറും കയ്യെ പിടിച്ചുകൊണ്ട് നടന്നു വരുന്ന ബ്രാഹ്മണനെ കുറച്ച് ദൂരെ വഴിക്ക് വെച്ച് ചിലരൊക്കെ കാണുകയുണ്ടേ. കണ്ടപ്പോഴെന്താ, ബ്രാഹ്മണൻ്റെ കയ്യിൽ ആട് നല്ല മാംസളമായ നല്ല ശരീരമുള്ള, ഇതിനെ കൊന്നു തിന്നാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് സുഭിക്ഷമായിട്ട് ആഹാരമായില്ലോ എന്ന് കരുതി. പക്ഷെ നേരിട്ട് ഈ ആടിനെയും കൂടെ തരുമെന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ തരുമോ? അദ്ദേഹം കാശ് കൊടുത്ത് മേടിച്ച് യാഗം നടത്താൻ പോണതാണ്. യാഗശാലയിലേക്ക് കൊണ്ടുപോകുന്ന യാഗമൃഗമാണ് ഈ ആട്. ബ്രാഹ്മണൻ അങ്ങനെ ഇവർ ദുഷ്ടന്മാരായിട്ടുള്ള 3-4 പേരങ്ങോട്ട് ഒരുമിച്ചു. നമുക്ക് ഈ ആടിനെ ഒരു കാര്യം ചെയ്യാം, നമ്മളെല്ലാവരും കൂടി പറഞ്ഞ സംഗതി ശരിയാവും, ഒന്ന് ഒത്തുപിടിച്ചാൽ മതി. എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവർ ആലോചിച്ചൊരു തീരുമാനം എടുത്തു. ഇതാടല്ല, ഇതൊരു പട്ടിയാണ്. നമുക്ക് ബ്രാഹ്മണനോടാ പറയാം, എവിടേക്കാ ഈ പട്ടിയും കൊണ്ട് പോകണമെന്ന് ചോദിക്കാം. ആദ്യം വിശ്വസിക്കില്ല. ഒരാളല്ല, 2 ആളല്ല, 3 ആളല്ല, 4 ആളല്ല, 5-6 ആളുകൾ തുടർച്ചയായിട്ട് അങ്ങോട്ട് പറയുമ്പോൾ ആട് പട്ടിയായി മാറും. പട്ടിയും കൊണ്ട് യാഗശാലയിൽ പോയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അങ്ങനെ വരുമ്പോൾ ആടിനെ ബ്രാഹ്മണൻ ഉപേക്ഷിക്കും. അപ്പം എന്തുണ്ടാവും? നമ്മൾ പോയി അതിനെ പിടിച്ചു കൊണ്ടുവന്ന് അതിൻ്റെ കഴുത്ത് മുറിച്ച മാംസം സുഖമായിട്ട് നമുക്ക് ഭക്ഷിക്കാം എന്നുള്ള പ്ലാൻ ഇട്ടു. അതുപോലെ തന്നെയാണ് നടത്താൻ പോകുന്നത്. ഇവർ വഴിയിൽ, ബ്രാഹ്മണൻ പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലായിട്ട് മരത്തിൻ്റെ പുറയിൽ, കുറ്റിക്കാട്ടിൽ, പാറയുടെ മറവിലൊക്കെ ഒളിച്ചിരുന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു എന്ന് പറയട്ടെ. ബ്രാഹ്മണൻ ഇങ്ങനെ ആടിനെയും കൊണ്ട് അപ്പോൾ വഴിക്ക് കാണുന്ന ചില പച്ചിലകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുമില്ല, ഉണങ്ങിപ്പോയി. എന്നിരുന്നാലും എന്തെങ്കിലും കണ്ടെങ്കിൽ ഇതിന് പറിച്ച് തിന്നാനൊക്കെ കൊടുക്കും. ഇടയ്ക്ക് കുറച്ച് എവിടെയെങ്കിലും കുഴിയിലേറ്റ വെള്ളം കിടപ്പുണ്ടെങ്കിൽ അത് മുക്കി കൊണ്ടുവന്ന് കൊടുത്ത് വെള്ളം കൊടുക്കും. അങ്ങനെയൊക്കെ നടത്തി 2-3 ദിവസം വേണം നടന്ന് യാഗശാല വരെ എത്താൻ. അങ്ങനെ ആടിനെയും കൊണ്ട് ബ്രാഹ്മണൻ പോകുമ്പോൾ പറഞ്ഞ കരാറനുസരിച്ച് കാത്തു നിന്ന ദുഷ്ടവൃത്തികളിൽ, ആ ദുഷ്ടക്കൂട്ടങ്ങളുണ്ടല്ലോ, അതിൽ ഒന്നാമൻ അങ്ങോട്ട് ചാടി വീണു. കുറച്ച് നേരം മഹാബ്രാഹ്മണർ വളരെ ഭംഗിയായിട്ട്, ബ്രാഹ്മണർക്ക് എപ്പോഴും അതെ, അവരെ ആരെങ്കിലും തൊഴുന്നത് നമസ്കരിക്കുന്നതും ഒക്കെ വലിയ സന്തോഷമാണ്. അപ്പം ഈ ദുഷ്ടൻ ഓടിയാൽ ചെന്നിട്ട് ഒരു ഭക്തിയും വീയൊന്നും ഉണ്ടായിട്ടല്ല, എന്നാലും ഇയാളുടെ മുൻപിൽ അങ്ങോട്ട് ചെന്നു. എന്നിട്ട് ബ്രാഹ്മണൻ്റെ അടുത്ത് ചെന്നിട്ട്, ആ മഹാത്മാവേ, അങ്ങേക്ക് നമസ്കാരം എന്ന് പറഞ്ഞ് അങ്ങോട്ട് നീട്ടി തൊഴുതൊരു നമസ്കാരവും പറഞ്ഞു. നമസ്കാരം. എന്താ, സുഖം തന്നെയല്ലേ? ഓ, എനിക്ക് സുഖം തന്നെയാണ്. അങ്ങ് എവിടേക്കാ ഈ പട്ടിയെ കൊണ്ട് പോണത്? പട്ടിയോ എന്നും പറഞ്ഞ് പിന്നെ ഒന്നും മിണ്ടാൻ നിന്നില്ല. പട്ടിയോ എന്നും ചോദിച്ച് ബ്രാഹ്മണൻ ഈ ആടിനെയും കൊണ്ട് അങ്ങോട്ട് നടന്നും പോയി. ഈ ഒന്നാമത്തെ ദുഷ്ടനും പിന്നെ ഒന്നിനും പോയില്ല, വേറെ വഴി മാറിപ്പോയി. അയാൾക്ക് ചെയ്യാനുള്ള പണി കഴിഞ്ഞു. അയാളുടെ ഡ്യൂട്ടി ഇതാണ്. ഒരു സംശയത്തിൻ്റെ വിത്ത് ബ്രാഹ്മണൻ്റെ മനസ്സിലേക്ക് അങ്ങ് ഇട്ടു, ആടാണോ പട്ടിയാണോ എന്ന്. അങ്ങനെ കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോൾ വരുന്നു, ഒരു പാടവരമ്പേ നടന്ന ഒരാൾ വരുന്നുണ്ട്. അടുത്തെത്താറായി കഴിഞ്ഞപ്പോൾ നല്ല പച്ചപ്പുല്ല്, ഒരു പിടുത്തം ഈ ആടിന് പിടിച്ചു കൊടുക്കാം എന്ന് കരുതിയിട്ട് അദ്ദേഹം അവിടെ നിർത്തി. ആട് തിന്നാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതി ഒന്ന് കയറെ പിടിച്ച് നിർത്തി. അപ്പോഴത്തേക്ക് ഇയാൾ പാടവരമ്പേ കയറി വന്നിട്ട് വേഗം നമസ്കാരം മഹാത്മാവേ എന്ന് പറഞ്ഞ് ബ്രാഹ്മണനെ ഒന്ന് വന്ദിച്ചു. അത് കഴിഞ്ഞിട്ട്, അങ്ങ് ഇത്ര രാവിലെ തന്നെ ഈ പട്ടിയെ കൊണ്ട് എവിടേക്കാണ് ഈ പോണേ? സംശയമായി. വേഗം ഈ ആടിനെ ഒന്ന് നോക്കി. പട്ടിയോ എന്നും പറഞ്ഞ് ബ്രാഹ്മണൻ അങ്ങ് ഒന്നും മിണ്ടാൻ നിൽക്കാതെ ആടിനെയും കൊണ്ടങ്ങ് നടന്നു. മറ്റയാൾ എതിർവശത്തേക്ക് ഇങ്ങോട്ടും നടന്നു പോയി. രണ്ടാമതും വിളിച്ചു ഒരു ദുഷ്ടൻ, ഇത് പട്ടി തന്നെയാണെന്ന്. ഇങ്ങനെ ഒന്നാമനും രണ്ടാമനും മൂന്നാമനും നാലാമനും വീണ്ടും ഒന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ, അങ്ങ് ഈ പട്ടിയം പിടിച്ചും കൊണ്ട് രാവിലെ തന്നെ എവിടേക്കാണ് ഈ നടക്കണേ വഴിക്ക് കൂടെ ഇത്ര ദൂരം ഇങ്ങനെ നടക്കണത്? അങ്ങേക്ക് തന്നെയാണ് പറയുന്നത്, എവിടുന്ന് കൊണ്ടിരുന്നു ഈ പട്ടിയെ പിടിച്ചുകൊണ്ട് വരുന്നത്? അപ്പം ബ്രാഹ്മണൻ തീരുമാനിച്ചു, അയ്യോ, ഒരാളല്ല, 2 ആളല്ല, 3-4 പേരാണ് ഇപ്പോൾ പറയണത് ഇത് പട്ടിയാണെന്ന്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നൽകിയ ആ സംശയം അങ്ങ് വളർന്നു. അദ്ദേഹം നോക്കുമ്പോൾ, ഇത് ആടല്ലായിരിക്കുമോ? ഇതിപ്പോൾ എന്നെ അയാൾ ചതിച്ചോ ആ കച്ചവടക്കാരൻ? ആടാണെന്ന് പറഞ്ഞ് എനിക്ക് തന്നത്, എന്നെ ഇത് പണവും വാങ്ങിച്ചു
എന്നിട്ട് എനിക്ക് തന്നത് പട്ടിയേറ്റി ആയിരിക്കുമോ എന്നൊരു സംശയം വന്നു. അങ്ങനെ സംശയിച്ച് ഈ ആടിൻ്റെ ചേഷ്ടകളെയൊക്കെ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ ബ്രാഹ്മണൻ്റെ മനസ്സിലങ്ങ് തോന്നുക, അതിനോടിടയ്ക്ക് ആടിനെ ഒരു ചെറിയ തൂപ്പെടുത്തിട്ട് ഒന്നങ്ങോട്ട് അടിച്ചു ബ്രാഹ്മണൻ. അടിച്ച വഴിക്ക് ആട് കരയണ ശബ്ദം കേട്ടപ്പോൾ ബ്രാഹ്മണന് തോന്നുക, ഇത് പട്ടി കുരയ്ക്കും പോലെ തന്നെ ബൗ ബൗ എന്നാണോ? ആട് മേന്നല്ലേ കരയേണ്ടത്, ഇതിൻ്റെ ശബ്ദത്തിനൊരു വ്യത്യാസമുണ്ടോ? ഇത് പട്ടി തന്നെ ആയിരിക്കുമോ എന്നൊരു സംശയം ജനിച്ചു. അത് കഴിഞ്ഞ് നോക്കി, ഇങ്ങനെ അതിൻ്റെ ശരീരം മുഴുവൻ നോക്കി കഴിഞ്ഞപ്പോൾ രോമങ്ങളൊക്കെ കണ്ടിട്ട് ആടല്ലേ, ഏയ് ഇതിപ്പം അയാൾ പറ്റിച്ചതാ, ഇതാടല്ല പട്ടിയാണെന്ന് ഞാൻ തോന്നണേ. ആട്ടെ വാലൊന്ന് നോക്കാം. നായയുടെ വാല എപ്പോഴും ഇങ്ങനെ വളഞ്ഞല്ലേ ഇരിക്കുക, ആടിൻ്റെ അങ്ങനെയല്ലല്ലോ. ഒന്ന് നോക്കാതെ വാല് നോക്കിയപ്പോൾ ബ്രാഹ്മണൻ്റെ കാഴ്ചയിൽ അത് നായുടെ വാലായി, വളഞ്ഞ വാല്. നായുടെ വാല് 12 കാലം കുഴലിലിട്ടാലും വളഞ്ഞ് തന്നെയാണ് കിടക്കുക എന്നൊരു പഴഞ്ചൊല്ല് തന്നെയുണ്ട്. ബ്രാഹ്മണൻ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ഇതൊരു പട്ടിയെ പോലെ തന്നെ തോന്നുകയാണ്. എന്നാൽ ആടല്ല എന്നങ്ങോട്ട് വിശ്വസിക്കാനും പറ്റണില്ല. അങ്ങനെ അദ്ദേഹം വീണ്ടും കുറേ ദൂരം കൂടെ നടന്നു. കുറേ ദൂരം കൂടെ കഴിഞ്ഞപ്പോൾ എതിരെ ഒരാൾ നടന്നു വരുന്നുണ്ട്. അപ്പം ബ്രാഹ്മണൻ, ഇയാളെന്താ പറയണേ? ഇതുവരെ കണ്ടവരൊക്കെ കഴിഞ്ഞു പോയ കഥയാണ്. 4 ആൾ പറഞ്ഞു, അതൊക്കെ ഞാൻ വിട്ടു കളഞ്ഞു. ഇയാളെന്താ പറയണേ? ശ്രദ്ധിക്കാം. എൻ്റെ ആടിനെ കാണുമ്പോൾ ഇയാളും കൂടി പട്ടിയെന്ന് പറയുകയാണെങ്കിൽ ഇത് പട്ടി തന്നെയാണ് എന്നിങ്ങനെ മനസ്സിൽ തീരുമാനിച്ച് നടന്നു ചെന്നു. എതിരെ വരണ ആൾ അപ്പം ദൂരെ നിന്നേ കണ്ടു. അവിടെ നിന്നിട്ട് അങ്ങേക്ക് ബ്രാഹ്മണനെ വന്നിച്ചു. എന്നിട്ട് അങ്ങേക്ക് ഒരുപാട് ക്ഷീണം തോന്നുന്നുണ്ടല്ലോ, അങ്ങ് ഒരുപാട് ദൂരമായോ നടക്കണേ? ഓ, ഞാൻ 1-2 ദിവസമായി, കുറേ ദൂരേന്നാണ് വരണത്. അതെയോ, എവിടുന്ന്, എന്തിനാ ഈ പട്ടിയെ പിടിച്ചുകൊണ്ട് പോണത്? ഈ പട്ടിയാണോ അങ്ങേക്കൊരു കൂട്ടുള്ളത് എന്ന് ചോദിച്ചു. ബ്രാഹ്മണനെ പൊറപ്പിച്ചില്ലേ, ഇത് പട്ടി തന്നെ. 5-ാമത്തെ ആളും ഇപ്പോൾ പട്ടി എന്നാണ് പറയണത്. എന്തിനാ ഈ പട്ടിയെ പിടിച്ചുകൊണ്ട് നടക്കണേന്ന് തന്നെ ആ കച്ചവടക്കാരൻ, അന്യദേശക്കാരൻ പറ്റിച്ചത് തന്നെയാണ്. തൻ്റെ കയ്യിൽ നിന്ന് പണം മേടിച്ച് തനിക്കൊരാടിനെ തരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അയാൾ തനിക്ക് തന്നത്, കയറോടുകൂടി തന്നത് ഈ മൃഗത്തെയാണ്. ആടാണല്ലോ എന്ന് കരുതി ഞാൻ ഇത്രയും ദൂരം നടത്തിക്കൊണ്ടുവന്നു. എൻ്റെ യാഗശാലയുടെ അടുത്ത് എത്താറുമായി. ഇപ്പോഴാണ് എനിക്കെന്തോ തെറ്റുപറ്റി, എനിക്ക് അബദ്ധം പിളഞ്ഞു, ഇത് പട്ടിയാണ് എന്നങ്ങ് ഉറപ്പിച്ച് അയാളങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് അയാൾ തിരിഞ്ഞു നോക്കി. ഈ ബ്രാഹ്മണന് നല്ലോണം ക്ഷീണമായി. തൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞ കരാറനുസരിച്ച് ഇതിനെ പട്ടിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ താനും കൂടി ആക്കിയിട്ട് എന്താ അയാളുടെ പ്രവൃത്തി എന്ന് നോക്കാമെന്ന് കരുതി. അപ്പോൾ ഈ ബ്രാഹ്മണൻ കാണാതെ മറ്റു 4 പേരും ബ്രാഹ്മണനെ പിന്തുടരുന്നുണ്ട്. അപ്പം 4 പേരും തങ്ങളുടെ ദൗത്യം നിർവഹിച്ചു, ആടിനെ പട്ടിയാക്കി. 5-ാമത്തെ ആളും എതിരെ നടന്നു വന്ന് അത് തന്നെ ചെയ്തു. ബ്രാഹ്മണന് മനസ്സിൽ വല്ലാത്ത ഒരു നഷ്ടബോധം തോന്നി. നാട്ടുകാരുടെ, പ്രജാക്കളുടെ ക്ഷേമത്തിന് വേണ്ടി ഒരു യാഗം നടത്താമെന്ന് വിചാരിച്ച് ഞാൻ മറ്റൊരു സ്ഥലത്ത് നിന്ന് പണം കൊടുത്തൊരാടിനെ കൊണ്ടുവന്നിട്ട് അത് പട്ടിയായിപ്പോയില്ലോ, ഇനിയിപ്പോൾ എങ്ങനെ യാഗം നടത്തും എന്നുള്ള ആലോചന. ഇതിനെപ്പോൾ യാഗശാലയിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല എന്ന് കരുതി ഈ ആടിനെ കയറോടുകൂടി അങ്ങോട്ട് ഉരുവിട്ടു. എനിക്കിനി ഇതിനെ വേണ്ട, ഈ പട്ടിയും കൊണ്ട് എന്തിനാ ഞാൻ നടക്കണം, ഇവർ പറഞ്ഞോണം എന്ന് കരുതി ആടിനെ വഴിയിൽ അങ്ങോട്ട് ഉപേക്ഷിച്ചു. ഇത് നോക്കി പുറകെ ഉണ്ടായിരുന്നവർ, ദുഷ്ടന്മാരെല്ലാവരും കൂടി കണ്ടു. ആട് ഇത്ര നേരം ബന്ധനസ്ഥലായിട്ട് ബ്രാഹ്മണൻ പിടിച്ചു വലിച്ചു കൊണ്ട് പോവുമായിരുന്നു. ആടങ്ങൾ അവിടുന്ന് രക്ഷപ്പെട്ടില്ലേ. സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ആടിൻ്റെ ഇഷ്ടമുള്ള വഴിക്ക് നടക്കാൻ തുടങ്ങി. ബ്രാഹ്മണൻ അതിനെ ഉപേക്ഷിച്ച് നേരെ പോവുകയും ചെയ്തു. ആടിനെ ബ്രാഹ്മണൻ ഉപേക്ഷിച്ചു എന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി? ദുഷ്ടന്മാരിൽ ഒരാൾ ഓടിച്ചെന്ന് അതിൻ്റെ കയറിഞ്ഞ് പിടിച്ചു. ആടിനെ ബലമായിട്ട് അവർ പിടിച്ചു കൊണ്ടുപോയി വിജനമായ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അതിൻ്റെ കഴുത്തങ്ങോട്ട് അറുത്തു, തൊലി അങ്ങോട്ട് പൊളിച്ചു, മാംസമൊക്കെ അങ്ങോട്ട് പങ്കുവച്ചു,
പാചകം ചെയ്തു സുഖമായിട്ട് അങ്ങോട്ട് ഭക്ഷിച്ചു. 5 ആളുടെ ഊണ് നല്ല കുശാലായി. ഇപ്പം എങ്ങനെ ആട് പട്ടിയായില്ലേ, ആടിനെ പട്ടിയാക്കിയില്ലേ, ബ്രാഹ്മണനെ വിഡ്ഢിയാക്കിയില്ലേ. ഈ കഥ ചിരഞ്ജീവി തൻ്റെ രാജാവായ കാക്കകളുടെ രാജാവായ മേഘവർണ്ണനോട് പറഞ്ഞ കഥയാണ്. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കാനുള്ള ഗുണപാഠം എന്താണ്? സത്യത്തെ മറച്ചു വച്ചുകൊണ്ട് ഒരുപാട് പ്രാവശ്യം നുണ പറഞ്ഞാൽ സത്യം സത്യമല്ലാതാകുമോ? ആവില്ല. അത് ആട് തന്നെയായിരുന്നു. പക്ഷേ രാജാവിനത് അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റിയില്ല. രാജാവ് മറ്റുള്ളവരുടെ മുൻപിൽ വിഡ്ഢിയായിപ്പോയി. അദ്ദേഹം പണം കൊടുത്ത് വാങ്ങിയ ആട് പട്ടിയാണെന്ന് കരുതി ഉപേക്ഷിച്ചു. വീണ്ടും വീണ്ടും ആവർത്തിച്ചപ്പോൾ അതിനെ കൊണ്ടുപോയി ദുഷ്ടന്മാരെ കൊന്നു തിന്നുകയും ചെയ്തു. ഇതാണ് പഞ്ചതന്ത്രത്തിലെ 3ാമത്തെ തന്ത്രമായ സന്ധിവിഗ്രഹം എന്ന് പറയുന്ന തന്ത്രം പഠിപ്പിക്കുന്നതിന് വേണ്ടി സോമശർമാവ് എന്ന മഹാഗുരു പറഞ്ഞു കൊടുത്ത രാജകുമാരന്മാർക്ക്, പാടലീപുത്രത്തിലെ രാജകുമാരന്മാർക്ക് പറഞ്ഞു കൊടുത്ത കഥ, ആടിനെ പട്ടിയാക്കിയ കഥ. ഇന്ന് പഞ്ചതന്ത്രത്തിൽ ഞാൻ ഈ കഥ പറഞ്ഞു നിർത്തുകയാണിവിടെ. ഈ കഥ നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കൂ. ധാരാളം പേര് കേട്ടിട്ടുണ്ടാവും ആടിനെ പട്ടിയാക്കിയ കഥ. പക്ഷെ അത് പഞ്ചതന്ത്രത്തിലെ കഥയാണെന്ന് അത് അത്രയ്ക്ക് അങ്ങോട്ട് ധരിച്ചിട്ടുണ്ടാവില്ല. അത്രേ ഉള്ളൂ. എങ്കിലും ഈ കഥ നിങ്ങൾ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കൂ. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാകും. എൻ്റെ നമ്മുടെ ചാനൽ. പക്ഷേ കൂടുതൽ പ്രചാരം ലഭിക്കുന്നതിന് എന്ത് ചെയ്യണമെന്ന് സത്യം പറയാൻ കൂട്ടുകാരെ എനിക്കറിഞ്ഞൂടാ. നിങ്ങളത് ഏറ്റെടുത്തോളൂ ആ ദൗത്യം. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി.